ചെങ്കോട്ട സ്ഫോടന കേസിൽ അറസ്റ്റിലായ ഡോക്ടേഴ്സ് ഭീകരപ്രവർത്തനങ്ങൾക്ക് അൻസാർ ഇന്ററിം എന്ന ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. 2022 ഏപ്രിലിൽ ശ്രീനഗറിൽ കേസിലെ പ്രതികൾ യോഗം ചേർന്നാണ് ഭീകര ഗ്രൂപ്പ് രൂപീകരിച്ചത്. ഭീകരാക്രമണങ്ങൾക്കായാണ് പുതിയ സംഘടന രൂപീകരിച്ചതെന്നും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആർ അച്യുതൻ ഡൽഹിയിൽ ചേർന്ന്. അച്യുതൻ, നിർണായകമായ കണ്ടെത്തലാണ്. അതായത് ഭീകരപ്രവർത്തനങ്ങൾക്കായി ഇപ്പോഴുള്ള ഗ്രൂപ്പുകൾക്ക് പുറമെ ഒരു സജീവ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഈ പറയുന്ന വൈറ്റ് കോളേഴ്സ് ഡോക്ടേഴ്സ് അടക്കമുള്ള പ്രമുഖർ, സമൂഹത്തിന് ഉന്നത നിൽക്കുന്ന ഭീകരർ ശ്രമിച്ചിരുന്നു എന്നാണോ കണ്ടെത്തൽ? എന്താണ് വിവരങ്ങൾ? സുഹേലി, ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് NIA അന്വേഷണത്തിലാണ് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകരതയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള ഡോക്ടേഴ്സ് അവർ ഈ ഭീകര പ്രവർത്തനങ്ങൾക്കായി അൻസാർ ഇന്ററിം എന്ന് പറയുന്ന ഒരു ഭീകര ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പലയിടങ്ങളിലായി ഈ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിനായാണ് ഈ ഒരു പുതിയ ഗ്രൂപ്പ് ഇവർ രൂപീകരിച്ചത്. 2022 ഏപ്രിലിൽ ശ്രീനഗറിലായിരുന്നു ഈ ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിന് മുന്നോടിയായി ഒരു യോഗം ചേർന്നത്. അതിനുശേഷമാണ് ഈ അൻസാർ ഇന്ററിം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവർ രൂപീകരിക്കുന്നത്. അതിൽ റാത്തറിനെ ആ ഗ്രൂപ്പിന്റെ തലവനായി പ്രഖ്യാപിച്ചു. അമീർ എന്നാണ് അതിനെ തലവൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ഒരു തലവനായി പ്രഖ്യാപിച്ചു. ഈ ഗ്രൂപ്പ് അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഒരു അൻസാർ എന്ന് പറയുന്ന ഗ്രൂപ്പ് പൊതുവെ അൽ-ഖ്വയ്ദയുമായി ബന്ധമുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബി ഈ ഗ്രൂപ്പിലെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു. അതായത് സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു കോർഡിനേറ്റർ കൂടിയായിരുന്നു ഉമർ നബി എന്നതാണ് കണ്ടെത്തൽ. 2023 ഹരിയാനയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ പൊട്ടാസിനേറ്റർ അടക്കം വാങ്ങാൻ തീരുമാനിച്ചു. അതിനിടയിലാണ് ഇത്തരത്തിൽ അതിനുശേഷം ഇവർ പലയിടങ്ങളിലായി സംഘടിക്കുകയും ഈ ഗ്രൂപ്പിൽ കൂടുതൽ ആളുകളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ ഏർപ്പെടുകയും ചെയ്തു. ഒടുവിലാണ് ഈ നൗഗാമിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നതും തുടർന്ന് ജമ്മു കാശ്മീർ പോലീസിന്റെ അന്വേഷണവും ഫരീദാബാദിൽ ഇവരുടെ ഈ പല ആളുകൾ പിടിയിലാകുന്നതും തുടർന്നാണ് ഈ പദ്ധതി ആകെ പാളുന്നത്. എന്തായാലും നിലവിൽ ഈ കണ്ടെത്തിയിരിക്കുന്നത് ഇവരൊരു പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ചു എന്നതാണ്. അൻസാർ ഇന്ററിം ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ്, അതായത് വർഷങ്ങളോളം ഇതിന്റെ ഒരു ആസൂത്രണം പിന്നിലുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഭീകര പ്രവർത്തനങ്ങൾക്കായി വൈറ്റ് കോളർ ഭീകരന്മാർ നിർമ്മിച്ചിരുന്നു എന്നടക്കമുള്ള നിർണായകമായ കണ്ടെത്തലാണ് NIA ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആർ അച്യുതനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.